ഒരു വിമാനം നിയന്ത്രണം വിട്ട് പറന്നു നടക്കുന്ന ഒരു കാഴ്ച നാം കാണാൻ പോകുകയാണ്. ഒരു വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് വന്ന് പതിക്കുകയും 75% കത്തിത്തകർന്ന് നശിച്ചു കിടക്കുന്ന ഒരു കാഴ്ച എന്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കണ്ടു. കസാഖിസ്ഥാനിൽ യാത്രാ വിമാനം തകർന്നു വീണു 42 പേർ മരിച്ചു. 67 യാത്രക്കാരും 5 ജീവനക്കാരുമായി പോയ അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് തകർത്തത്. നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ ഗ്രോസ്നിയിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെടുകയും മറ്റ് വിമാനത്താവളങ്ങളിൽ ഇറങ്ങാൻ പൈലറ്റിന് ബന്ധപ്പെട്ടവരിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയുമായിരുന്നു. ഇതോടെയാണ് പൈലറ്റ് കസാഖിസ്ഥാനിലെ കാസ്പിയൻ കടലിന് കുറുകെയുള്ള അക്തോ വിമാനത്താവളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. തുടർന്നാണ് അപകടം. ദക്ഷിണ കൊറിയയിലെ വിമാനാപകടത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും ഞെട്ടിക്കുന്നതാണ്. ബാങ്കോക്കിൽ നിന്ന് 181 പേരുമായി സഞ്ചരിച്ച ജെജു എയർ വിമാനം ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഡിസംബർ 29 രാവിലെയായിരുന്നു അപകടം. ലാൻഡിംഗ് ഗിയറിനുണ്ടായ തകരാറാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ. ഡിസംബർ വാനം കണ്ടത് എരിഞ്ഞടങ്ങിയ 100 കണക്കിന് ജീവനുകൾ. പൊട്ടിത്തെറിച്ചതും കത്തിക്കരിഞ്ഞതും ചെറുതും വലുതുമായ 6ഓളം വിമാനങ്ങൾ, 200-ലേറെ മരണങ്ങൾ. 2025 വരവേൽക്കുന്നത് കണ്ണീർ കാഴ്ചയാകുന്ന ആകാശ ദുരന്തങ്ങളാണ്.